Hello everyone, it's me Roshma Rashid. ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റുട്ട്ഗാർട്ടിൽ മാസ്റ്റേഴ്സ് ചെയ്യുവാണ്. സോ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതെന്നാണ്. സോ ഇതിനു വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട്, പിന്നെ അതുപോലെ എത്ര ടൈം പീരീഡ് എടുത്തു, പിന്നെ എന്തൊക്കെ പ്രൊസീജിയറാണ് പ്രോപ്പറായിട്ട് ഇതിന് ഫോളോ ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ടോട്ടൽ സ്പെൻഡ് ആയത് 1000 to 40 euros ആണ്. അതായത് നാട്ടിലെ ഒരു 1,24,000 rupees ഒക്കെ വരും. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഇവിടെ നമുക്ക് ജർമ്മനിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫുള്ളി മാനുവൽ ഓപ്ഷൻ. മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ഉള്ള കാർ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ ലെസൻസും അതുപോലെ തന്നെ എക്സാമും എടുക്കുന്നത് മാനുവലിലായിരിക്കും. സോ നമുക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി കഴിയുമ്പം ആ ലൈസൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മാനുവൽ കാർ ഓടിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് കാർസും ഓടിക്കാം. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഇവിടെ B197 എന്നൊരു കാറ്റഗറി. അതായത് നമ്മളൊരു മിനിമം നമ്പർ ഓഫ് ക്ലാസ്സസ് മാനുവൽ കാറിൽ ഓടിച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലായിരിക്കും പിന്നീടുള്ള കുറച്ച് ക്ലാസ്സുകൾ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് എക്സാം എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിരിക്കും നമ്മൾ എക്സാം എടുക്കുക. സോ ഈ B197 കാറ്റഗറിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാവുന്നതെങ്കിൽ നമുക്ക് മാനുവലും ഓടിക്കാം, ഓട്ടോമാറ്റിക്കും ഓടിക്കാം. സോ ഈ ഒരു കാറ്റഗറിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ജർമ്മനിയിൽ ഈവൻ ദോ നമുക്ക് വണ്ടി നന്നായിട്ട് ഓടിക്കാൻ അറിയാമെങ്കിലും നമുക്ക് ഒരുപാട് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ എക്സാം ടൈമിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ടി വരില്ല. ലൈക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിന് ഡിഫിക്കൽറ്റി ഉള്ളവർക്ക് ആ ഗിയർ ഷിഫ്റ്റിംഗ് അത്ര നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ജസ്റ്റ് റൂൾസും നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ. തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക്. അതായത് നമ്മൾ എടുക്കുന്ന ക്ലാസ്സസ് ഓട്ടോമാറ്റിക് കാറിലായിരിക്കും, അതുപോലെ എക്സാം ഓട്ടോമാറ്റിക്കലായിരിക്കും. പിന്നെ എൻ്റെ എക്സാം പാസ്സായി നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ഓട്ടോമാറ്റിക് കാർസ് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാനുവൽ ഓടിക്കാൻ പറ്റില്ല. സോ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എടുക്കുന്നത്. ഞാൻ അങ്ങനെ മാനുവലിലാണ് ഡ്രൈവിംഗ് ലെസൻസ് എടുത്തതും അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്തതും പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് പാസ്സായതും ഒക്കെ ഈ മാനുവൽ ഓപ്ഷനിലാണ് ചെയ്യുന്നത്. നിങ്ങൾ മാനുവൽ കാർ ഓടിക്കാൻ കോൺഫിഡൻസ് ആണ്, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് അത് തന്നെ ചൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഈ ഗിയർ ഷിഫ്റ്റിങ്ങിലും കാർ ഓടിക്കാൻ അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ B197 കാറ്റഗറി എടുക്കുക. സോ അപ്പോൾ നമ്മൾ മാനുവലിൽ കുറച്ച് ലെസൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലായിരിക്കും ബാക്കി ലെസൻസ്, അത് കഴിഞ്ഞിട്ട് എക്സാം എടുക്കുന്നത് ഓട്ടോമാറ്റിക്കലായിരിക്കും. സോ ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ട് ഞാൻ ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലൈക്ക് ഫസ്റ്റ് നമുക്കൊരു പ്രീ റിക്വസിറ്റ് ഡോക്യുമെന്റ്സ് വേണം. ആ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആ ഡോക്യുമെന്റ്സ് എത്ര ഉണ്ടെങ്കിലേ നമുക്ക് TÜV പോയി രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് തിയറി പ്രൂഫിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ തിയറി പ്രൂഫിങ് പാസ്സായി കഴിഞ്ഞാലേ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായ പ്രാക്ടിക്കൽ എക്സാമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് 3 different stages. അപ്പോൾ ഈ 3 different സ്റ്റേജസിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എത്രയൊക്കെ എമൗണ്ട് ആണ് ഈ സ്റ്റെപ്പിന് പോകേണ്ടത്, എല്ലാം ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് യൂബർസെച്ച്, അതായത് ട്രാൻസ്ലേഷൻ. നിങ്ങളുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജർമ്മനിലോട്ടാക്കുകയാണ് ഈ സ്റ്റെപ്പിൽ. സോ ഇതിന് ഞാൻ ചൂസ് ചെയ്തത് അഡാക്ക് എന്നുള്ളൊരു ഏജൻസിയാണ്, ADAC. ആൻഡ് ഇതിന് എനിക്ക് കോസ്റ്റ് ആയത് 65 euros ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതിന് വേണ്ടുന്ന റിക്വയർഡ് ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ നമ്മുടെ ഒരു പാസ്പോർട്ട് ജസ്റ്റ് കൊണ്ടുപോകുക വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. പിന്നെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോയി നമ്മൾ അഡാക്കിൽ കൊടുത്താൽ മതി. അവർ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അതായിരിക്കും അവർ വെരിഫൈ ചെയ്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു 2 weeksനുള്ളിൽ ഇത് ട്രാൻസ്ലേഷൻ റെഡി ആയി കഴിയുമ്പോൾ അവർ നമ്മളെ വിളിക്കും ഇത് പിക്കപ്പ് ചെയ്യാനായിട്ട്. അത് പോയി വാങ്ങുക. സോ സ്റ്റെപ്പ് നമ്പർ 2 ഐ ടെസ്റ്റ്. ഈ ഐ ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും അപ്പോളോ അല്ലെങ്കിൽ ഫിൽമാൻ ഈ ഐ ഒപ്റ്റിക്സ് ഷോപ്പിൽ പോകാവുന്നതാണ്. സോ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരും. ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടാണ് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അവർ നമ്മുടെ പാസ്പോർട്ട് നോക്കും, പാസ്പോർട്ട് കൊണ്ടുപോകണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഴ്സ്റ്റെ ഹിൽഫെ കോഴ്സ് ചെയ്യുക, അതായത് ഫസ്റ്റ് എയ്ഡ് കോഴ്സ് ചെയ്യുക. എഴ്സ്റ്റെ ഹിൽഫെ കോഴ്സ് പ്ലസ് നിങ്ങളുടെ സിറ്റി നെയിം അടിക്കുക ഗൂഗിളിൽ. അപ്പോൾ കുറേ ലിസ്റ്റ് വരും. ഇതിൻ്റെ അകത്തെല്ലാം നിങ്ങൾ എടുത്ത് നോക്കുക ഏതിലാണ് ബെസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്ന ഓപ്ഷൻ ഏതാണോ അവിടെ നിങ്ങളുടെ ക്ലാസ് ബുക്ക് ചെയ്യുക. സോ ഈ ക്ലാസ് നമ്മൾ നേരത്തെ ടെർമിൻ ബുക്ക് ചെയ്യണം. നിങ്ങൾക്ക് ആ സൈറ്റ് ഓരോ ഇതിൻ്റെയും സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാം എന്തൊക്കെയാണ് സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ള സ്ലോട്ട് ഏതാണോ അത് ചൂസ് ചെയ്യുക. ഇതിന് എനിക്കായത് 35 euros ആണ്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ജർമ്മൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജർമ്മനിൽ അറ്റൻഡ് ചെയ്താലും മതി. ഇതിനുവേണ്ടി നിങ്ങൾ ഒരു ദിവസം മെനക്കെടണം. ലൈക്ക് രാവിലെ 9 തൊട്ട് വൈകിട്ട് ഒരു 5 മണി വരെയൊക്കെ ക്ലാസ് കാണും. ഈ ക്ലാസ്സിൽ അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും, ഫസ്റ്റ് എയ്ഡിൻ്റെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അതുപോലെ നിങ്ങൾ ലാസ്റ്റ് ജസ്റ്റ് ഒരു ഡമ്മിയിൽ നമ്മൾ ചെയ്ത് കാണിക്കണം. അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അത് നോക്കിയാൽ അവിടെ നിന്ന് നമുക്കൊരു ഈ കോഴ്സ് നമ്മൾ ചെയ്തെന്നുള്ള ഒരു കൺഫർമേഷൻ തരും. സോ ഈ ഒരു കൺഫർമേഷൻ ലെറ്ററും നമ്മുടെ കയ്യിൽ വേണം. ഫോർത്ത് ഡോക്യുമെൻ്റ് ആണ് ബയോമെട്രിക് ഫോട്ടോ.
ഇത് നമുക്ക് ചില ഫസ്റ്റ് എയ്ഡ് കോഴ്സിനൊപ്പം തന്നെ നമുക്ക് ബയോമെട്രിക് ഫോട്ടോ അവിടെ നിന്ന് തന്നെ എടുത്തു തരും. എൻ്റെ കേസിൽ എനിക്ക് ഓൾറെഡി ബയോമെട്രിക് ഫോട്ടോ ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് വേണേൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുത്തു തരുന്നതാണ്. സോ ഇനി നമ്മൾ ചെയ്യാനുള്ള ഈ 4 ഡോക്യുമെന്റ്സുമായിട്ട് നേരെ നമ്മളൊരു ഫാർ ഷൂളേ പോവാം. നിങ്ങൾ എടിപിടിയുന്നവരിടത്ത് പോയിട്ട് ജോയിൻ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ സിറ്റിയിൽ നിയർ ബൈ ആയിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആദ്യം ഒന്ന് അന്വേഷിക്കുക, അവരൊക്കെ എവിടെ ചെയ്തത്, ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണ് എന്നൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് ഓരോ ഫാർ ഷൂളയിലും നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫാർ ഷൂള കാണും, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സോ ഈ ഫാർ ഷൂളയിലൊക്കെ പോയി നിങ്ങൾ അന്വേഷിക്കുക, അവരുടെ പ്രൈസ് ലിസ്റ്റ് തരാൻ വേണ്ടി ഒരു 3-4 ഫാർ ഷൂളയിൽ പോയി നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. ഏത് പ്രൈസാണ് കുറച്ച് കുറവുണ്ട്, എവിടെയാണ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവ് പ്രൈസ് ഉള്ളത്, അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഫാർ ഷൂളെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ, ലൈക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇൻസ്ട്രക്ടർ അവിടെ ഉണ്ടോ, അവൈലബിൾ ആണോ എന്നും കൂടെ ഒന്ന് അന്വേഷിച്ചേക്കുക. അതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ളത്. ലൈക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ ഇറ്റ്സ് മോർ ബെറ്റർ അല്ലേ. ജർമ്മൻ അറിയാമെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ജർമ്മനിലായിരിക്കും നമുക്ക് ടെസ്റ്റ് ഒക്കെ വരുന്നത്. പിന്നെ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജർമ്മൻ ഒന്നും അല്ല, ലൈക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള സിമ്പിൾ വേർഡ്സ് ആണ്. അതൊക്കെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലെസൺസിൻ്റെ സമയത്ത് ഫാർ ലെയറർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. എങ്ങനെയായിരിക്കും എക്സാം ഡേക്ക് അവർ ചോദിക്കുന്നത്, സെയിം രീതിയിലായിരിക്കും നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നത്, റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ട്. സോ നിങ്ങളുടെ ഫാർ ഷൂളെ നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻഡ് ഈ ഫാർ ഷൂളെ പോയി നിങ്ങൾ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുക. സോ നിങ്ങൾ ആദ്യമേ പറയണം നിങ്ങളുടെ ഇന്ത്യൻ ലൈസൻസ് കൺവേർട്ട് ചെയ്തായിരിക്കും നിങ്ങൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. ഇതിൻ്റെ വെച്ചാൽ നമുക്ക് നോർമലി ഇവിടെ ലൈസൻസ് എടുക്കുന്നവർക്ക് മാൻഡേറ്ററി ആയിട്ട് തിയറി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു ക്ലാസ്സസിൻ്റെ ടൈമും പിന്നെ അതിൻ്റെ എക്സ്പെൻസും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ജർമ്മൻ ഡ്രൈവിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സോ നമ്മൾ ഈ ഫാർ ഷൂളയിൽ പോയി രജിസ്റ്റർ ചെയ്യുക. എനിക്ക് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടായത് 150 euros ആണ് രജിസ്ട്രേഷൻ ഫീ ആയത്. ഇത് ഒരിക്കലും എല്ലാ ഫാർ ഷൂളയിലും സെയിം ആയിരിക്കത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാർ ഷൂളെ. ലൈക്ക് അവർ പറയുന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടത്. അവർ ആദ്യമേ പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 150 euros ആണ് ആയത്. ഫാർ ഷൂളെ ത്രൂ മാത്രമേ നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്കൊരു ഡോക്യുമെന്റ് തരും. ഈ ഡോക്യുമെന്റിൽ നമ്മുടെ ഡേറ്റാസ് എല്ലാം ഫില്ല് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം ഫില്ല് ചെയ്ത് അവരുടെ സീലും വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഫോം തരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബാക്കി 4 ഡോക്യുമെന്റ്, ഈ 5 ഡോക്യുമെന്റും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ടുഫിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടത്. ടുഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈസൻസ് എടുക്കാനുള്ള ഗവൺമെന്റിന്റെ ഓഫീസാണ്. ലൈക്ക് നമ്മൾ നാട്ടിൽ RTO ഓഫീസിലൊക്കെ പോയല്ലേ ലൈസൻസിന്റെ പേപ്പർ വർക്ക് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ ടുഫ് എന്നാണ് അതിന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഈ ടുഫിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ ഒരു എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ ആ പേ ചെയ്യേണ്ട എമൗണ്ടും സിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഞങ്ങളുടെ സിറ്റിയിൽ 45 euros 10 cents ആണ് ആയത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൻ്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ലൈക്ക് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഒക്കെ വാലിഡ് ആണോ എല്ലാം ഇവർ വെരിഫൈ ചെയ്യും. അതായത് ഫേക്ക് ഒന്നും അല്ല എന്നുള്ള രീതിയിലെല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് ഇവർ കുറച്ച് നാൾ സമയം എടുക്കും. അതൊരു 1 to 2 months ഉള്ളിൽ ചെയ്ത് കിട്ടുന്നതാണ്. ആൻഡ് ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് വീട്ടിലേക്ക് ഒരു ലെറ്റർ വരും. ഈ ലെറ്റർ കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമ്മളുടെ അടുത്ത് പറയും ഓക്കെ നമ്മുടെ ലൈസൻസ് ഒക്കെ വാലിഡ് ആണ്. നമ്മൾ അടുത്ത തിയറിക്ക് വേണ്ടിയും പിന്നീടുള്ള പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടും പേയ്മെൻറ്റ് ചെയ്യുക. ഓൺലൈനായിട്ട് ടുഫിൽ പേ ചെയ്യണം. അതിനകത്ത് 2 എമൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. തിയറി പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടും പ്രാക്ടീസ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണേൽ നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് രണ്ടും പേ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ തിയറിയാണ് ഇപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിയറിക്കുള്ളത് പേ ചെയ്യാം. എൻ്റെ കേസിൽ ഞാൻ 2ഉം പേ ചെയ്തു ഒന്നിച്ച് തന്നെ. ഞങ്ങളുടെ ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് തിയറിയാണ് അടുത്ത സ്റ്റേജ്. തിയറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതായത് കാരണം അത് ഒരുപാട് പഠിക്കാനുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം പഠിക്കണം, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ട്. സോ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആദ്യം തൊട്ട് തിയറിക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തിയറി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ആപ്പ് ത്രൂ ആണ് പഠിച്ചതുപോലെ. വേണേൽ ഈ തിയറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫീസ് നമ്മൾ ടുഫിൽ, ഞാനിപ്പോൾ എൻ്റെ കേസിൽ ഞാൻ തിയറിയും പ്രാക്ടിക്കലും ഒന്നിച്ചാണ് പേ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് വേണേൽ അത് സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യാം. ലൈക്ക് ആദ്യം തിയറി മാത്രമേ ഇപ്പോൾ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ തിയറിയുടെ പേയ്മെൻറ്റ് ആദ്യം ചെയ്യുക. അത് അറൗണ്ട് ഒരു 25 euros ആണ് തിയറിക്ക് ടുഫിന് വേണ്ടി പേ ചെയ്യുന്ന എമൗണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ തിയറി എക്സാമിന് ഡേറ്റ് എടുക്കാനായിട്ട് ഞങ്ങളുടെ ഫാർ ഷൂളയിൽ 80 euros ആണ് അവർ പേയ്മെൻ്റ് ആയിട്ട് വാങ്ങിയത്. സോ ഈ 18-25 കൂടെ കൂട്ടിയ ഒരു 105 euros ആകും തിയറി എക്സാമിന് മാത്രം. ഈ തിയറി എക്സാം നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് പറ്റും, ഈസിയാണ്. നമ്മൾ ആദ്യമേ കുറച്ച് പഠിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് തോന്നിയാലും പിന്നീട് പഠിച്ച് നമുക്കത് ഈസി ആയിട്ട് വരും.
സോ നിങ്ങൾ ഫുള്ള് പഠിച്ച് നല്ല കോൺഫിഡൻ്റ് ആയി ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് തിയറി എക്സാമിന് അറ്റൻഡ് ചെയ്യാവുള്ളൂ. സോ അത് അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു എമൗണ്ട്, ഇപ്പം ഇൻ കേസ് നിങ്ങൾ ഫെയിലായി നിങ്ങൾക്കൊരു സെക്കൻഡ് അറ്റംപ്റ്റും കൂടെ ചെയ്യേണ്ടി വന്ന ഒരു കേസ് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഫാർഷൂളയിൽ പേ ചെയ്ത് €80 പ്ലസ് ടുഫിൽ തിയറിക്ക് വേണ്ടി പേ ചെയ്ത €25. ഇത് രണ്ടും നിങ്ങൾ വീണ്ടും സെക്കൻഡ് അറ്റംപ്റ്റിന് വേണ്ടി പേ ചെയ്യേണ്ടി വരും. സോ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എങ്ങനെയും ഇത് പഠിച്ച് പാസ്സാവാനായിട്ട് നോക്കുക. പഠിക്കുന്നത് ഇത് ആക്ച്വലി ആപ്പുകളുണ്ട്. ലൈക്ക് എനിക്ക് ഇപ്പം ഫാർഷൂളയിൽ നിന്ന് കിട്ടിയൊരു ആപ്പായിരുന്നു ഈസി ടീച്ചർ എന്നാണ് എൻ്റെ ആപ്പിൻ്റെ, ഞങ്ങൾ പഠിച്ച ആപ്പിൻ്റെ പേര്. സോ അതുപോലെ തന്നെ ഒരു ആപ്പാണ് ഫ്യൂറഷൈൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആപ്പ് സ്റ്റോറിലൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടും. €10 എങ്ങാണ്ടാണ് അതിന് റേറ്റ് വരുന്നത്. അപ്പോൾ അത് വേണേലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാമെന്നുള്ളൂ. സെയിം ആണ് മിക്കതിലും. ഈ ഇങ്ങനത്തെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ തരുന്ന ആപ്പാണേലും ഫ്യൂറഷൈൻ ഗോൾഡൊക്കെ ആണെങ്കിലും എല്ലാം സെയിം ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ അകത്ത് ടോട്ടൽ ഒരു 1100 and something ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ആദ്യമേ ഇത് ഫസ്റ്റ് ഒരു റൗണ്ട് മൊത്തം ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കി. ലൈക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ്, 3 ഓപ്ഷൻ കാണും. അതിൽ മേ ബി ഒരു ആൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ 2 ഓപ്ഷൻസും കറക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ 3 ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കാം. അങ്ങനെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഈ 1100 and something ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ഒരു റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റുകളുണ്ട്. ഈ ആപ്പിൽ തന്നെ കുറേ മോക്ക് ടെസ്റ്റസ് അവൈലബിൾ ആണ്. സോ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്ത്, നിങ്ങൾ ആദ്യമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾ ഫെയിലായിരിക്കും പോകുന്നത്. പക്ഷെ കുറേ ക്വസ്റ്റൻസ് ചെയ്ത് കഴിയുമ്പോൾ പാസിംഗ് റേറ്റ് കണ്ടിന്യൂസ്ലി നമ്മളൊരു 100% പാസ് റിസൾട്ട് വരുമ്പോഴാണ് ടെസ്റ്റ് എടുക്കുന്നത് നല്ലത്. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ലൈക്ക് ഞാൻ ചെയ്തത് അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ് ക്വസ്റ്റ്യൻസ് എല്ലാം സെയിം നമ്മൾ ആപ്പിൽ പഠിച്ച അതേ ക്വസ്റ്റ്യൻസും ഫുൾ അതേ ഓപ്ഷൻസും എല്ലാം സെയിം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഈ ഓരോ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോഴും പിന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും. എക്സാമിൻ്റെ സമയത്ത് ചിലപ്പം എല്ലാവരും പെട്ടെന്ന് ചെയ്തിട്ട് വേഗം ഇറങ്ങി പോകുന്നവരൊക്കെ ഉണ്ട്. ആക്ച്വലി ഇതൊരു 5 to 15 മിനിറ്റ്സിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ബട്ട് നിങ്ങൾ കൂടുതൽ ടൈം എടുത്തു, ഒരു കുഴപ്പമില്ല. നമുക്ക് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റ്സോളം ടൈം കിട്ടും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ മാക്സിമം ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ആൾക്കാർ നേരത്തെ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകാൻ നിൽക്കരുത്. നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫ്ലാഗ് ചെയ്തിട്ട് ഓപ്ഷൻസ്, അതായത് ക്വസ്റ്റ്യൻ ഫ്ലാഗ് ചെയ്ത് വീണ്ടും റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ഓപ്ഷൻസ് എങ്ങനെ ഫ്ലാഗ് ചെയ്ത് വെക്കുക, ലാസ്റ്റ് ഒന്നും കൂടെ ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുക, എല്ലാം ഓക്കെ ആണോ, കൊടുത്ത ഓപ്ഷൻസ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക. ഇതെല്ലാം ചെയ്ത് ലാസ്റ്റ് നിങ്ങൾ എല്ലാം ആൻസറൊക്കെ കൊടുത്തിട്ട് ഇരിക്കുക. അപ്പം നമ്മൾ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ പാസ്സാവും. ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മളടുത്ത് കാണിക്കും നമ്മൾ പാസ്സായില്ലോ എന്ന്. അപ്പം തന്നെ റിസൾട്ട് നമ്മുടെ ടാബിൽ കാണിക്കും. ടാബിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. എക്സാം അറ്റൻഡ് ചെയ്യുന്ന ടാബിലാണ്. സോ ഈ എക്സാമിൻ്റെ എൻഡിൽ നമുക്ക് റിസൾട്ട് അപ്പം തന്നെ കാണാൻ പറ്റും. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 1100 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നെങ്കിലും എക്സാമിന് ജസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. 3 ഇമേജ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഓരോ ഇമേജ് ഒരു സിറ്റുവേഷൻ കാണിച്ചിട്ട് നമ്മൾ എന്താ റൂളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ഇമേജ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ വീഡിയോ നമ്മളൊരു പ്രാക്ടിക്കലി നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ കാണിച്ചിട്ട് പ്രാക്ടിക്കലി അറ്റൻഡ് ചെയ്യാൻ പ്രാക്ടിക്കൽ സെനേറിയോ കാണിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ആദ്യമൊക്കെ തോന്നിയത് കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ സ്പീഡ് വെച്ചിട്ട് നമ്മൾ എത്ര സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അതുപോലെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസും അതൊക്കെ. പക്ഷെ അതിനൊക്കെ ഒരു ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ആ ഫോർമുലയൊക്കെ വെച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നുള്ളൂ. പഠിച്ചു കഴിയുമ്പോൾ ഈസിയാണ് ശരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ടൈം എടുക്കും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇവിടുത്തെ റൂൾസൊക്കെ ഒന്ന് പഠിച്ചു വരാനായിട്ട്. ഓക്കെ, അങ്ങനെ ഈ തിയറി എക്സാമും കൂടെ പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ തീർന്നു. ഇനി അടുത്തത് തേർഡ് സ്റ്റെപ്പായ പ്രാക്ടിക്കൽ. ഈ പ്രാക്ടിക്കൽ നമുക്ക് ഇപ്പം നമ്മൾ തിയറി എക്സാം ഒക്കെ പാസ്സായിട്ട് നമുക്ക് അന്ന് തന്നെ വേണമെങ്കിൽ ഫാർഷൂളായി പോയി നമുക്ക് അവരോട് പറയാം നമ്മൾ തിയറി എക്സാം പാസ്സായി, നമുക്ക് ഇതുപോലെ പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഫാർലെയറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അവർ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് തരും. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഇവർ പറയുന്ന ഓരോ സെഷന് ക്ലാസ്സിന് പോവുക ചെയ്യുന്നത്.
സോ ഞങ്ങളുടെ കേസിൽ ഇവിടെ സ്റ്റുഡ്ഗാർട്ടിൽ ഞാൻ പോയിരുന്ന ഫാർഷൂളയിൽ 45 മിനിറ്റ്സ് ആയിരുന്നു ഓരോ ക്ലാസ്സും. ഓരോ ക്ലാസ്സിനും 60 യൂറോസ് ആയിരുന്നു, 60 യൂറോസ് ആയിരുന്നു പെർ 45 മിനിറ്റ്സിന്. ഈ പ്രാക്ടിക്കൽ സെഷനിൽ ഫസ്റ്റ് നമ്മളെ അവർ ഓടിപ്പിച്ച് നോക്കും എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ എന്ന്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പോയി. പിന്നെ ഒരു സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്ത് ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. എക്സാമിനർ ഫാർ ലെയറർ തന്നെ നമ്മുടെ അടുത്ത് പറയും, ഓക്കെ നമുക്ക് ഡേറ്റ് അവൈലബിൾ എന്നാന്ന് നോക്കാം, ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു തൊട്ടടുത്ത വീക്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, അതിൻ്റെ അടുത്ത വീക്കിൽ അതായത് 1 വീക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിലേക്ക് ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുത്തിട്ട് പിന്നെ നമ്മുടെ ചോയ്സാണ് നമ്മൾ എത്ര ക്ലാസ് എടുക്കണം, എത്ര റൂൾസ് പഠിക്കാനൊക്കെ ആയിട്ട് എത്ര ക്ലാസ് വേണം. അങ്ങനെ ആദ്യമേ ഞങ്ങൾ മൊത്തം ആദ്യമേ ഒരു 4 ക്ലാസ്സസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സാമിനോട് അടുത്തായിട്ട് വീണ്ടും ഒരു 4 to 5 ക്ലാസ്സസ് എങ്ങാണ്ട് എടുത്തു. അങ്ങനെ ടോട്ടൽ 8 or 9 ക്ലാസ്സസ് ആണ് എടുത്തു. ഓരോ ക്ലാസ്സിനും 60 യൂറോസ് ആണ്, 60 യൂറോസ് ആണ് പേ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് 9th ഡേ എങ്ങാണ്ട് എക്സാം ആയിരുന്നു. എക്സാമിൻ്റെ തലേന്ന് 2 ദിവസം മാൻഡേറ്ററി ആയിട്ട് അവർ ക്ലാസ് നമ്മുടെ അടുത്ത് എടുക്കാൻ പറയും. സോ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞത് ഒരു 8 to 9 ക്ലാസ്സസ് എടുത്തു. ഈ പ്രാക്ടിക്കൽ എക്സാമിന് ഡേറ്റ് എടുക്കാൻ നേരം നമ്മൾ ഫാർഷൂളയിൽ ഒരു 170 യൂറോസ് വേണം പേ ചെയ്യാൻ. ഞങ്ങളുടെ ഫാർഷൂളയിലാണ് ഞാൻ പറഞ്ഞത്, 170 ആയി. പിന്നെ അതുപോലെ ടുഫിന് ഞാൻ ഓൾറെഡി എൻ്റെ കേസിൽ 2 ഒന്നിച്ചാണ് പേ ചെയ്തിരുന്നത്. തിയറിയും പ്രാക്ടിക്കലും ആദ്യമേ തന്നെ ഒന്നിച്ച് പേ ചെയ്തിരുന്നു. ഇപ്പോൾ 2ആയിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ അതൊരു 130 യൂറോസ് ആവും. അങ്ങനെ 130 + 170 യൂറോസ് ആണ് പ്രാക്ടിക്കൽ പ്രൂഫിങ്ങിന് മാത്രമാവുന്നത്. പ്രാക്ടിക്കൽ പ്രൂഫിങ്ങും നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പാസ്സാവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്ന ടൈം വരെയും ക്ലാസ്സസ് എടുക്കുക. നിങ്ങൾക്ക് എപ്പം ഓക്കെ ആയിട്ട് തോന്നുന്നു. പിന്നെ നിങ്ങളുടെ ഫാർ ലെയറും ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്പീഡാണോ കൂടുതൽ, ഇല്ലെങ്കിൽ നമ്മൾ റൂൾസ് നോക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ, ഇതെല്ലാം അവർ നോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ നമുക്ക് പറഞ്ഞു തരും, ഗൈഡ് ചെയ്യും അവർ. അങ്ങനെ ഫാർ ലെയറിൻ്റെ ഒരു ഒപ്പീനിയനും പിന്നെ നമ്മുടെ കോൺഫിഡൻസും ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സാം ഡേറ്റ് എടുക്കാം. എക്സാമിൻ ഡേയുടെ അന്ന് നിങ്ങൾ ഒട്ടും സ്ട്രെസ്ഫുൾ ആവരുത്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ലൈക്ക് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നമുക്ക് ഓടിക്കാൻ അറിയാം. പിന്നെ എക്സാമിന് നമ്മുടെ അടുത്ത് ഫാർ ലെയറർ ഇരിക്കും, പുറകിലായിരിക്കും ഇൻവിജിലേറ്റർ ഇരിക്കുന്നത്. സോ ഇൻവിജിലേറ്റർ എല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു കണ്ണിൻ്റെ മൂവ്മെൻറ്റ് പോലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എല്ലാം പുറകും റിയർവ്യൂ മിററിലൊക്കെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്, എല്ലാം എല്ലാവർക്കും ഇങ്ങനെ കറക്റ്റ് വ്യൂ ആണ്. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതും ക്ലച്ചും ആക്സിലേറ്റർ എല്ലാം കാല് കൊടുക്കുന്നതും അങ്ങനെ എല്ലാം ഇവർ ശ്രദ്ധിക്കും. പുറകെ ഇരുന്ന് അവരുടെ ഒരു വലിയൊരു ടാബുണ്ട്. ഈ ടാബിൽ അവരോരോന്ന് നോട്ട് ചെയ്യും. ഈ നോട്ട് ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇപ്പം നമ്മളെന്തെങ്കിലും വണ്ടി തിരിക്കുമ്പോഴെടുക്കുമ്പോഴൊക്കെ ഇവരെന്തെങ്കിലും നോട്ട് ചെയ്യുന്ന കണ്ടാലും സ്ട്രെസ്ഡ് ആവണ്ട. അവർ നമ്മുടെ പോസിറ്റീവ്സ് നോട്ട് ചെയ്യും, നെഗറ്റീവ്സ് നോട്ട് ചെയ്യും. സോ മേ ബി നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പം അവർ പോസിറ്റീവ് ആയിരിക്കാം മാർക്ക് ചെയ്തത്. അങ്ങനെ പിന്നെ മാക്സിമം നിങ്ങളുടെ ഫാർ ലെയറർ എന്താണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ ലെസൺസിന് പോകുമ്പോൾ എന്ത് പഠിപ്പിക്കുന്നോ അത് അതേപോലെ നമ്മൾ പഠിച്ച് ലൈക്ക് അതെപ്പോഴും മനസ്സിൽ വേണം. പഠിച്ച് അത് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ലൈക്ക് അവർക്കറിയാം അവർ എപ്പോഴും പോകുന്ന എക്സാം റൂട്ടും ഒക്കെ നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ആ റൂട്ട് തന്നെ ഒക്കെ ആയിരിക്കും. സോ ആ റൂട്ടിൽ തന്നെ പോകുമ്പം ഓരോന്നും നമുക്ക് ഫെമിലിയർ ആയി വരും. 1 2 3 4 വട്ടം പോകുമ്പോൾ നമ്മൾ ഫെമിലിയർ ആവുമല്ലോ. ഒരു വഴി നമുക്ക് ഒന്നും അറിയാലോ. അപ്പോൾ അങ്ങനെ ഓടിച്ചോടിച്ച് പ്രാക്ടീസ് ആയിക്കോളും. ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എക്സാം ഡേയുടെ അന്ന് മാക്സിമം നിങ്ങൾ നല്ലതായിട്ട് തലേന്നൊക്കെ ഉറങ്ങുക. മാക്സിമം നല്ല സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് അടിക്കാണ്ട് നല്ലതായിട്ട് കിടന്നുറങ്ങി രാവിലെ എണീച്ച്, എൻ്റെ കേസിൽ എനിക്ക് ഉച്ചയ്ക്കായിരുന്നു എക്സാം. ഉച്ചവരെ കിടന്നുറങ്ങിയൊന്നുമില്ല, തലേന്ന് രാത്രി നല്ലോണം ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് എല്ലാം ഒന്നുകൂടെ നമ്മൾ ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുമല്ലോ, അതൊക്കെ ഒന്നുകൂടെ ചുമ്മാ ഓടിച്ച് നോക്കി വിട്ടു. എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ എന്നെ തന്നെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ഇത് മനസ്സിലൊന്നുകൂടെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ എക്സാം ഡേ കഴിഞ്ഞു. എക്സാം ഡേക്ക് എല്ലാം നല്ലതായിട്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ലതായിട്ട് തന്നെ ഓടിക്കാൻ പറ്റി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആയി. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, അതായത് നിങ്ങൾ വണ്ടിയിൽ കയറുമ്പോൾ തൊട്ട് അറ്റ് ദ എൻഡ് വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് അവർ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറയും. ആ സമയം വരെയും അവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ എല്ലാം നിങ്ങൾ ആ ഇറങ്ങുന്നോടം വരെ നമ്മൾ ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ അകത്ത് ഈ ഫുള്ള് ഡ്രൈവിങ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഫാർ ലെയറർ പഠിപ്പിച്ചു തരും. അതൊന്നും ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ഇൻഫോർമേഷൻസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. അപ്പം അത്രേ ഉള്ളൂ. സോ ഇൻ ടോട്ടൽ എനിക്കിതെല്ലാം ഇത്രയും ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ എനിക്ക് 1240 യൂറോസ് ആണ് ആയത്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. വേറെ ഒന്നുമില്ല, അടുത്ത വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്ന വേണമെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രതീക്ഷയിൽ ഞാൻ വേണമെങ്കിൽ തിയറിക്ക് കുറച്ച് മെയിനായിട്ടും എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കലിൻ്റെ കേസിലും രണ്ടും ഞാൻ ഇനി വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോയും പിന്നെ ഇനിയുള്ള വീഡിയോ ഒക്കെ യൂസ്ഫുള്ളായി തോന്നും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ.